കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ ചെറിയൊരു ഉണ്ണി, അത്രേ ആയിട്ടുള്ളൂ. മലന്ന് കിടക്കുന്ന ഒരു ഉണ്ണി, അത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു ഉണ്ണി. ആ ഉണ്ണി ഇടത്തെ കാലിങ്ങനെ കുറച്ച് പൊക്കി പിടിച്ചിട്ടുണ്ട്. ആ പൊക്കി പിടിച്ച കാലുമേൽ പൊന്തള ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും കൂടി വായൽക്ക് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുക. വിരലുണ്ടെന്ന് ഉണ്ണിക്കണ്ണനായിട്ട് അന്ന് ചാർത്തി. ഇതൊരു ഭംഗിയാറ് രണ്ട് കാലുമേലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. ഓണൊക്കെ എടുത്തിട്ടില്ല കേട്ടോ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള കുഞ്ഞൊരു മുല്ലമുട്ടുമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി ആ വലത്തെ കായലിൽ വായയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ പെരുവരൽ കുടിക്കാൻ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുടിക്കാൻ തയ്യാറാവണ ഒരു ചെറിയൊരു ഉണ്ണി കാണാൻ ശ്രീലകത്ത്. നല്ല കൗതുക, വാരി എടുക്കാൻ തോന്നുന്നു. അത്ര രസമാണ്. മിടുക്കനൊരു ഉണ്ണി ഇങ്ങനെ മലന്നടക്കുക. ഇടത്തെ കാല് പൊക്കി പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ട് കൂടി കുട്ടി പിടിച്ച് വായൽക്ക് തന്നെ കൊണ്ടുപോകുക. വായൽക്ക് എത്തണമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണി നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കിടക്കുന്നത്. ചെവിയിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. നെറ്റീമിലും ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഒക്കെ തിളങ്ങുന്നുണ്ട്. പൊന്നുണ്ണിക്കാണ് വായൽക്ക് ആ വിരലിങ്ങനെ വിരലിൽ കൊണ്ടുപോകുമ്പോൾ നോക്കാം ഞങ്ങളുടെ തേനൊലിപ്പിക്കുന്നത് തോന്നുന്നു. അത്രയും ചെറിയൊരു ഉണ്ണി. അങ്ങനെയായിട്ടൊന്ന് ശ്രീലകത്ത് നല്ല കൗതുകമുണ്ട് കാണാൻ. ആ പൊന്നുണ്ണിക്കാണ് രണ്ട് കൈയോട് കൂടി ഇങ്ങനെ വായൽക്ക് കൊണ്ടുപോവാണ്. ആ വലത്തെ കാലിൻ്റെ പെരുവരൽ എത്തണില്ല. ഇങ്ങനെ എന്നിട്ട് ചിരിക്കുകയാണ് നമ്മളെ നോക്കിയിട്ട്. അത്ര രസമായിട്ട് നല്ല പുഞ്ചിരി. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിലതാ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തി. രണ്ടും വെള്ള തിരുമുടി മാലകൾ, വെളുത്ത പൂകൊണ്ടുള്ള തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു തെച്ചിയും തുളസിയായിട്ടൊരു വനമാല. മറ്റത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വേറെയും. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളും ചാർത്തി. ആ ചെറിയ പൊന്നുണ്ണി കണ്ണനെ നല്ല കൗതുകം ഉണ്ണിക്കണ്ണൻ്റെ ആ കടപ്പ് കാണാൻ തന്നെ. ആ ഇടത്തെ കാലങ്ങനെ പൊക്കി പിടിച്ച് നമുക്ക് വേണമെങ്കിൽ പിടിക്കാം. അങ്ങനെ ഭക്തന്മാർക്ക് പൊക്കി പിടിച്ച പോലെ തോന്നും കണ്ടാൽ. അത്ര രസമായിട്ട്. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാം തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് 2 പിന്നെ വെളുത്ത പൂവും തുളസിയും മാത്രമായിട്ട് 1 താമരയും തുളസിയായിട്ട് 2 തെച്ചിപ്പൂക്കളാണ് ധാരാളമായിട്ടുള്ള 1 അങ്ങനെ 4-5 കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഉണ്ടമാലയുണ്ട്. അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്തിൽ നോക്കിയാൽ നല്ല സന്തോഷമായി. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും ഇന്നൊക്കെ നടുവിൽ മലന്ന് കടത്ത് വിരലുണ്ടെന്ന് ഒരു ഉണ്ണിക്കണ്ണൻ അടുത്ത കാര്യം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. നല്ല ചെറിയ നല്ല കൗതുകമുള്ള മുഖം. എല്ലാം കൊണ്ടും കൗതുകം ഉണ്ണിക്കണ്ണനെ കാണാൻ. അത്ര രസമായിട്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മുരാരി എന്നിങ്ങനെ 3 വർണ്ണ മുരച്ചു പോയി ഞാൻ ചരിതാർത്ഥനായി. അനന്ത ജന്മത്തിലെ എൻ്റെ ജോലിക്ക് ഇതിൽ കവിഞ്ഞിട്ടൊരു കൂലി വേണോ? അജാമിളൻ പുത്രനെയോർത്ത നേരം സഭൃത്യരെ കൃഷ്ണൻ അയച്ചു നൽകി. ഞാൻ കൃഷ്ണനെ തന്നെ വിളിച്ചിടുമ്പോൾ ഒരാളും എത്തുന്നതു കാൺമതില്ല. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകസ്ഥതാ പൊന്നുണ്ണിക്കണ്ണൻ ആ ചെറിയ കുഞ്ഞിക്കാലിലെ കുഞ്ഞ് വിരലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു കൗതുകം അറിയും. മിടുക്കനായിട്ടൊരു ഉണ്ണി മലന്ന് കടന്നിങ്ങനെ വിരൽ കുടിക്കുക. വിരലുണ്ട്. അതാ പെരുവിരലിന് ഇത്ര കണ്ട് സാധുണ്ടോ? അത്ര ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ ഇടത്തെ കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഭക്തന്മാരായ നമുക്ക് വേണ്ടിയിട്ടാണ് ആ പൊക്കി പിടിച്ച് ആ തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് തിരുമുഖത്തേക്ക് നോക്കാൻ നല്ല പുഞ്ചിരി. മോണ കാട്ടി പുള്ളിഞ്ചേരി പല്ലൊന്നായിട്ടില്ല. അതുകൊണ്ട് അത്രയും ചെറുതാ. ആ പുഞ്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്. കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും ആ ശ്രീലകത്ത് ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തുന്ന കേട്ടോ. അതല്ല കൗതുകമാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നോക്കി ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.